കൃഷ്ണ പ്രണാമം. ശ്രീ ഭഗവാൻ വാചയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ ഭഗവാൻ വാചയിലൂടെ അമൂല്യമായ ആധ്യാത്മിക വിഷയങ്ങൾ വളരെ ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. കഴിഞ്ഞ വീഡിയോയിലൂടെ നാം ഒരു ബുദ്ധിമാനായ മനുഷ്യന്റെ 3 ചോദ്യങ്ങൾ കണ്ടു. താൻ ആരാണ്, താനും ഭഗവാനുമായുള്ള ബന്ധം എന്താണ്, തന്റെ ശ്രേഷ്ഠമായ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യമെന്തെന്ന്. യഥാർത്ഥത്തിൽ നാം ആരാണ്? നാം ഈ ഭൗതിക ശരീരമാണോ? നമുക്കൊന്ന് വിലയിരുത്തിയാലോ? ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ അയാൾ അനേകം പ്രവർത്തനങ്ങളിൽ നിരതനാണ്. എന്നാൽ അദ്ദേഹം മരിച്ചുവെന്നിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നിശ്ചലമായിരിക്കുന്നു, ജഡമായിരിക്കുന്നു. അപ്പോൾ ആ ഭൗതിക ശരീരത്തെ നിലനിർത്തിയിരുന്നത് ആരാണ്? ആരാണ് ആ ഭൗതിക ശരീരത്തെ വിട്ടുപോയിരിക്കുന്നത്? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, അന്തവന്ത ഇമേ ദേഹ നിത്യസോക്ത ശരീരനഃ. ഈ ഭൗതിക ശരീരത്തിനെ നാശമുള്ളൂ, എന്നാൽ അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്. ഈ ഭൗതിക ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ആകാശം, ഭൂമി, അഗ്നി, ജലം, വായു എന്നീ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഭൗതിക ശരീരം എപ്പോഴാണോ ആ ആത്മാവ് ശരീരത്തെ വിട്ടുപോകുന്നത്, അപ്പോൾ സ്ഥൂല ശരീരം വീണ്ടും പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നു. എന്നാൽ ആത്മാവ് സൂക്ഷ്മ ശരീരത്തോടൊപ്പം മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്നിവ അടങ്ങുന്ന സൂക്ഷ്മ ശരീരത്തോടൊപ്പം തന്റെ കർമ്മത്തിനനുസരിച്ച് മറ്റൊരു ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നു. ഭൗതിക ശരീരത്തിന്റെ അടിസ്ഥാന തത്വം ആത്മാവാണ്. മുണ്ടക ഉപനിഷത്തിൽ പറയുന്നു, ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് ആത്മാവ് കുടികൊള്ളുന്നത്. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ 5 വായുഭേദങ്ങളിൽ ഹൃദയത്തിൽ ആത്മാവ് പൊങ്ങിക്കിടക്കുന്നു. ശ്വേതാശതരോപനിഷത്ത് 5.9 പറയുന്നു, ഒരു വ്യക്തിയുടെ മുടിനാരിടയുടെ തുമ്പിന്റെ 10,000-1 അംശം മാത്രമേ ആത്മാവിന് വലുപ്പമുള്ളൂ എന്ന്. അത്രയും സൂക്ഷ്മമായ ആത്മാവാണ് ഈ ഭൗതിക ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, നാം ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ ആ മരുന്നിന്റെ വീര്യം ശരീരത്തിൽ എങ്ങും എത്തിച്ചേരുന്നു. അതുപോലെ ഈ ആത്മസ്ഫുലിംഗത്തിന്റെ പ്രഭാവം ശരീരത്തിൽ എങ്ങും എത്തുന്നു. അത് അവബോധമായി ശരീരത്തിൽ അനുഭവപ്പെടുന്നു. യഥാർത്ഥത്തിൽ ആത്മാവാണ് ഇവിടെ ശരീരം കൈക്കൊള്ളുന്നത്. ഇവിടെ ജനിക്കുന്നതും വളരുന്നതും വാർദ്ധക്യം ബാധിക്കുന്നതും മരിക്കുന്നതും ആത്മാവല്ല, മറിച്ച് ശരീരമാണ്. ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. ശരീരസ്ഥനായ ആത്മാവ് കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്കും യൗവനത്തിൽ നിന്നും വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾ ഇതിൽ ദുഃഖിക്കാറില്ല. യഥാർത്ഥത്തിൽ ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം എന്തെന്നാൽ, നാം ഏതു വിധമാണോ പഴകിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ ധരിക്കുന്നത്, അതുപോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത ശരീരങ്ങൾ ഉപേക്ഷിച്ച് ആത്മാവ് കർമ്മത്തിനനുസരിച്ച് മറ്റു ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നു. ആത്മാവ് ആത്മകണമാണ്. അതിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധ്യമല്ല. മനുഷ്യനിർമ്മിതമായ ഉപകരണങ്ങൾ കൊണ്ടും കാണുവാൻ സാധിക്കില്ല. അത് വൈദിക ഗ്രന്ഥങ്ങളിലൂടെയും ഭഗവത് ശാസ്ത്രങ്ങളിലൂടെയും മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഭഗവാൻ അർജുനനോട് പറയുന്നു, ആത്മാവ് അദൃശ്യനും അചിന്ത്യനുമാണ്. ആയുധങ്ങൾക്ക് ആത്മാവിനെ മുറിവേൽപ്പിക്കുവാൻ സാധ്യമല്ല. അഗ്നിക്ക് ദഹിപ്പിക്കുവാനോ ജലത്തിന് നനയ്ക്കുവാനോ വായുവിന് ആത്മാവിനെ ഉണക്കുവാനോ സാധ്യമല്ല. ഭഗവാൻ പറയുന്നു, ന ജായതേ മ്രിയതേ വാ കദാചൻ നായം ഭുക്ത്വാ ഭവിതാ ന ഭൂയഃ അജോ നിത്യം ശാശ്വതം അയം പുരാണം ന ഹന്യതേ ഹന്യമാനേ ശരീരേ എന്ന്. ആത്മാവിന് ജനന മരണങ്ങളില്ല. അത് ഉണ്ടാകുന്നില്ല, ഉണ്ടായിട്ടില്ല, ഇനി ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. ആത്മാവ് അജനും നിത്യനും ശാശ്വതനും പുരാണനുമാണ്. ശരീരങ്ങളാണ് നശിക്കുന്നത്, ആത്മാവിന് മരണമില്ല. ഭഗവാൻ അർജുനനിലൂടെ നമുക്ക് വാക്കു തരുന്നു, നത്വേവാഹം ജാതുനാസം
നത്വം നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമഹ സർവേ വയം അധഃപരം. ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലവും ഉണ്ടായിട്ടില്ല, അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരുമെല്ലാം. നാം ആരും ഇല്ലാതാകുന്നുമില്ല. നാം ഭഗവാന്റെ ശാശ്വതമായ ജീവാംശമാണ്. ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ നാം ഭഗവാനെ മറന്നുകൊണ്ട് അനേകം ക്ഷണികമായ ശരീരങ്ങൾ കൈക്കൊണ്ട് ക്ലേശം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ശരണം പ്രാപിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വധാമത്തിലോട്ട് തിരിച്ചു പോകാം. അവിടെ ശാശ്വതമായ കൃത്യമായ ആത്മീയ ശരീരം കൈവരിക്കാം. श्रील प्रभुपाद की जय, गुरु महाराज की जय. हरे कृष्णा, प्रणामम.